ഓം ശ്രീ ആഞ്ജനേയായ നമഃ. MS-V4 ആസ്ട്രോ റിസർച്ചിന്റെ വാരഫല വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ഞാൻ MS വിനീത്. ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. അതായത് 2025 ഡിസംബർ മാസം 21-ാം തീയതി മുതൽ 27-ാം തീയതി വരെയുള്ള അത്രയും ദിവസത്തെ ഫലം, 27 നക്ഷത്രക്കാരുടെ ഫലമാണ് ഞാൻ പറയുന്നത്. വരുന്ന ഞായറാഴ്ച മുതൽ അടുത്ത ശനിയാഴ്ച വൈകിട്ട് വരെയുള്ള ഫലമാണ് ഈ ഒരു വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. എൻ്റെ ആസ്ട്രോളജി ചാനൽ MS-V4 ആസ്ട്രോ റിസർച്ച് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കൂടി കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഒരു കാര്യം കൂടി ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞോട്ടെ. ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് കബഡി പ്രശ്നത്തിലൂടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ഡയറക്റ്റ് ആയിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. വാട്സപ്പ് നമ്പർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്തേക്കാം. അപ്പോൾ വാരഫല വീഡിയോയിലേക്ക് കടക്കാം. വാരഫല വീഡിയോയിൽ ഞാൻ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യ കാൽഭാഗം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ടുള്ള ചെറിയ ക്ലേശങ്ങൾ ഉണ്ടാകാൻ, ഉടലെടുക്കാനുള്ള സാധ്യതയുള്ളൊരു വാരമായിട്ടാണ് കാണിക്കുന്നത്. ഉദര സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അതുപോലെ തന്നെ തലയ്ക്ക് ഉണ്ടാകുന്ന ചെറിയ അസ്വസ്ഥതകൾ, അതായത് മൈഗ്രെയിൻ ഉണ്ടാകുന്ന ചെറിയ അസ്വസ്ഥതകൾ, തലവേദന, അതുപോലെ ഔദ്യോഗികപരമായിട്ടുള്ള ചെറിയ അലച്ചിലിനുള്ള സാധ്യത, കുടുംബത്ത് ചെറിയ തോതിലുള്ള ശാന്തി, സമാധാനം, ഐശ്വര്യക്കുറവ്, അങ്ങനെയുള്ള ചെറിയ ഡിസ്റ്റർബൻസ് കാര്യങ്ങൾ തോന്നാൻ സാധ്യതയുള്ള ഒരു വാരമായിട്ടാണ് മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നത്. ഔദ്യോഗികപരമായിട്ട് കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ട ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. ഭാഗ്യപരമായിട്ട് അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും. ജോലി അന്വേഷിക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ള വാരമാണ്. അതുപോലെ തന്നെ വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് നല്ല ദൈവാധീനമുള്ള ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ വീട് പണിയുമായി ബന്ധപ്പെട്ട് വീട് പണിയുന്നവർക്ക് അങ്ങനെയുള്ള ചെറിയ രീതിയിലുള്ള കൺഫ്യൂഷൻസ്, ധനപരമായിട്ടുള്ള ചെറിയ ഇഷ്യൂസ്, കാര്യങ്ങൾ, ബഡ്ജറ്റിങ്ങിലുള്ള ബുദ്ധിമുട്ടുകൾ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത, അങ്ങനെയുള്ള തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വീട് പണിയുമായി ബന്ധപ്പെട്ട് കാണിക്കുന്നുണ്ട്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും. പ്രത്യേകിച്ച് ബിസിനസ് എക്സ്പാൻഷൻ, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങൾക്കൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാണ് മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. വിദ്യാർത്ഥികൾക്ക് ചെറിയ തോതിലുള്ള മടി, അലസത, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നിൽക്കാനുള്ള സാധ്യതയും മേടക്കൂർ നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നതാണ്. ഞാനിപ്പോൾ പറയുന്നത് പൊതുവെ ഉള്ള നക്ഷത്രഫലമാണ്. നിങ്ങളുടെ ജനന സമയത്തുള്ള ഗ്രഹസ്ഥിതിയുടെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ ദശാസന്ധിയുടെ അടിസ്ഥാനത്തിലും തീർച്ചയായിട്ടും ഇതിന് ഏറ്റക്കുറച്ചിൽ ഉണ്ടാവുന്നതാണ്. ഇത് പൊതുവെയുള്ള ഫലമാണ്, നക്ഷത്രഫലമാണ് ഞാൻ പ്രതിപാദിക്കുന്നത്. അതുപോലെ വിവാഹം ആലോചിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും. ഇത്രയാണ് മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം. അടുത്തത് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ കാർത്തിക മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം പകുതി. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഔദ്യോഗികപരമായിട്ടുള്ള തടസ്സങ്ങൾ പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്നതാണ്. വളരെ അനുകൂലമായിട്ടുള്ള ഒഫീഷ്യൽ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ലൊരു വാരമായിട്ടാണ് ഇടവക്കൂർ നക്ഷത്രക്കാർക്ക് കബഡി പ്രശ്നത്തിൽ ആ ഒരു രാശിസ്ഥാനം വെച്ച് കണ്ടത്. അതുപോലെ തന്നെ കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്ന നല്ലൊരു വാരമാകും. ഭാഗ്യപരമായിട്ട് വളരെ അനുകൂലമായിട്ടുള്ള സ്ഥാനമാകും ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് അടുത്ത ഒരാഴ്ച. കുട്ടികൾക്ക്, വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും. പ്രത്യേകിച്ച് സരസ്വതി ദേവിയുടെ പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹം ഉള്ളത് കൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള പഠന മികവോടുകൂടി മുൻപോട്ട് പോകാൻ പറ്റിയ നല്ലൊരു വാരമാകും. അതുപോലെ തന്നെ ഹയർ സ്റ്റഡീസിന് പുറത്തേക്ക്, വിദേശത്തേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്ന കുട്ടികൾക്കും, അതുപോലെ കോമ്പറ്റേറ്റീവ് എക്സാംസ് കാര്യങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കും വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും. വീട് പണിയുമായി ബന്ധപ്പെട്ട് നല്ല തീരുമാനങ്ങൾ ഉണ്ടാവും. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക്, ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള വാരമാകും. വിവാഹം ആലോചിക്കുന്നവർക്ക് നല്ല ബന്ധം വന്നു ചേരാനുള്ള ദൈവാധീനം, നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ലൊരു വാരമാകും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമാണ്. പ്രത്യേകിച്ച് ബിസിനസ് എക്സ്പാൻഷനും അതുപോലെ പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്കും, അഗ്രികൾച്ചർ, അങ്ങനെയുള്ള കൃഷി സംബന്ധമായിട്ടുള്ള അഗ്രികൾച്ചറൽ സെക്ടേഴ്സ് സംബന്ധമായിട്ടുള്ള, അങ്ങനെ കൃഷി സംബന്ധമായിട്ടുള്ള ബിസിനസ് കാര്യങ്ങൾക്ക് ചെയ്യുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമായിട്ടാണ്
ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത് കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യം നിലനിൽക്കും. വളരെ അനുകൂലമായിട്ടുള്ള വാരം. പക്ഷെ ചിലവ് കൂടി നിൽക്കാനുള്ള സാധ്യത, അങ്ങനെയുള്ള പാഴ്ചെലവ് കൂടാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിച്ച് മുൻപോട്ട് പോവുക. അടുത്തത് മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ മകൈരം പകുതി, തിരുവാതിര, ഉണർദം മുക്കാൽ ഭാഗം. മിഥുന കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഭാഗ്യപരമായി ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഈ ഒരു വാരം കാണിക്കുന്നുണ്ട്. അതായത് ജോലി അന്വേഷിക്കുന്നവർക്ക് അത് ലഭിക്കാനുള്ള ചെറിയ സാങ്കേതിക ബുദ്ധിമുട്ടുകൾ, അങ്ങനെയുള്ള തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതകൾ. അതുപോലെ തന്നെ ഔദ്യോഗികപരമായിട്ട് ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു ഔട്ട്പുട്ടിൽ എത്തിച്ചേരാനുള്ള ബുദ്ധിമുട്ടുകൾ, കുടുംബത്ത് ചെറിയ തോതിലുള്ള അസ്വസ്ഥതകൾ, പ്രത്യേകിച്ച് ദമ്പതികൾക്കിടയിൽ അനാവശ്യമായിട്ടുള്ള കലഹങ്ങൾ, വാക്കുതർക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നതാണ്. കുട്ടികൾക്ക്, വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും. നല്ല രീതിയിലുള്ള പഠന മികവ് പുറത്തെടുക്കാൻ പറ്റിയ നല്ലൊരു വാരമാകും വിദ്യാർത്ഥികൾക്ക്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിരിക്കും. പ്രത്യേകിച്ച് പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്കും ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങൾക്ക് പ്ലാൻ ചെയ്യുന്നവർക്കും ഈ ഒരു വരുന്ന വാരം അനുകൂലമായിരിക്കും. കുടുംബത്ത് ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടാകാനുള്ള സാധ്യത ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതുപോലെ മിഥുനക്കൂർ നക്ഷത്രക്കാരുടെ പിതാവിനും ആരോഗ്യപരമായിട്ടുള്ള ചെറിയ ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം. പൊതുവെയുള്ള ഫലമാണ് ഞാൻ പറയുന്നത്. എല്ലാവർക്കും ഇത് 100% വരും എന്നല്ല ഞാൻ പറയുന്നത്. പൊതുവെയുള്ള ഫലം. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമാകും. വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാം മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. വിവാഹം ആലോചിക്കുന്നവർക്ക് ചൊവ്വാഴ്ച വരെ ചെറിയ തടസ്സങ്ങൾ നേരിടാനുള്ള സാധ്യതകളുണ്ട്. കുടുംബദേവിയെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ വിഘ്നേശ്വര പ്രീതി കൂടി നേടി മുൻപോട്ട് പോവുകയാണെങ്കിൽ പൂർണ്ണമായും തടസ്സങ്ങളെല്ലാം മാറ്റിയെടുക്കാൻ സാധിക്കുന്ന ഒരു വാരമാക്കി തീർക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പാഴ്ചെലവ് കൂടി നിൽക്കാനുള്ള സാധ്യത മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്കും കാണിക്കുന്നതാണ്. ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ ചെറിയ തോതിലുണ്ടോ, പ്രത്യേകിച്ച് അങ്ങനെയുള്ള സംസാര നിമിത്തം പുതിയ ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യത. അപ്പം സംസാരത്തിൽ ഒരു മിതത്വ ഭാവത്തിൽ മുൻപോട്ട് പോകേണ്ടതാണ് മിഥുനക്കൂർ നക്ഷത്രക്കാർ. അടുത്തത് കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ ഉണർദം കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന നല്ല ഒരു വാരമായിട്ടാണ് കണ്ടത്. കബഡി പ്രശ്നം വെച്ചിട്ടാണ് ഓരോ രാശിക്കും ഓരോ തവണ കബഡി പ്രശ്നം വെച്ച് അതിന്റെ അടിസ്ഥാനത്തിലുള്ള കോമൺ ആയിട്ടുള്ള ഫലമാണ് ഞാൻ പറയുന്നത്. കർക്കിടകക്കൂറുകാർക്ക് ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന നല്ലൊരു വാരം. അതുകൊണ്ട് തന്നെ ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്നതാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായിരിക്കും. ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല ദൈവാധീനമുള്ള ഒരു വാരമാകും. അതുപോലെ തന്നെ ഔദ്യോഗികപരമായിട്ടുള്ള തടസ്സങ്ങളെല്ലാം മാറി നിൽക്കുന്ന നല്ലൊരു വാരം. ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിന് അനുകൂലമായിട്ടുള്ള വാരമാകും. വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിലുള്ള ദൈവാധീനമുണ്ട്. പ്രത്യേകിച്ച് ഹയർ സ്റ്റഡീസിന് പുറത്തു പോകാൻ പ്ലാൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കാണേലും, അതുപോലെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കും ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കാണേലും കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബദേവിയെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. ഹനുമാൻ ചാലിസ ജപിക്കുന്നതും ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നതും വളരെ ഉത്തമമായിരിക്കും. ഹനുമാൻ ചാലിസ നിത്യവും ജപിക്കുന്നത് അങ്ങനെയുള്ള ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങളൊന്നും യാതൊരു രീതിയിലും ബാധിക്കുന്നതല്ല. അതുപോലെ ഭദ്രകാളി ഗായത്രി മന്ത്രം ജപിക്കുന്നതും വളരെ നല്ലതാണ്. ഓം രുദ്രസുധായ വിദ്മഹേ ശൂലഹസ്തായ ധീമഹി തന്നഹ കാളി പ്രചോദയാ. ഈ മന്ത്രം ദിവസവും വിളക്ക് തെളിയിച്ച് കുറഞ്ഞത് 3 തവണയെങ്കിലും കുറഞ്ഞത് സന്ധ്യാസമയത്ത് ജപിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുന്ന നല്ലൊരു വാരമാകും. ആരോഗ്യപരമായി തൃപ്തികരമായിട്ടുള്ള വാരമായിട്ടാണ് കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നത്. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ലൊരു വാരമാകും. അടുത്തത് ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ മകം, പൂരം, ഉത്രം കാൽഭാഗം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ചിങ്ങക്കൂർ നക്ഷത്രക്കാർക്ക് തീരുമാനങ്ങൾ എടുക്കാനുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ, പ്ലാനിങ് സംബന്ധമായിട്ടുള്ള ചെറിയ കൺഫ്യൂഷൻസ് കാര്യങ്ങൾ ഉണ്ടാകാനുള്ള
സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങൾക്ക് പ്ലാൻ ചെയ്യുന്ന ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രോപ്പർ ആയിട്ടുള്ള പ്ലാനിങ്, പ്രോപ്പർ ബഡ്ജറ്റിംഗിൽ കാര്യങ്ങൾ മുൻപോട്ട് നീക്കുക. അല്ലെങ്കിൽ തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ പ്രത്യേകം കാണിക്കുന്നുണ്ട്. ബിസിനസ് എക്സ്പാൻഷന് ഈ ഒരു വാരം അത്ര അനുകൂലമാകില്ല. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവര് നല്ല രീതിയിൽ പ്ലാൻ ചെയ്തതിന് ശേഷം മാത്രം തീരുമാനങ്ങൾ എടുക്കുക. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള വാരമാകും. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്നതാണ്. ചിങ്ങക്കൂർ നക്ഷത്രക്കാരുടെ മാതാവിന് ആരോഗ്യപരമായിട്ടുള്ള ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു വാരമായിരിക്കണം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ധനപരമായിട്ടുള്ള നഷ്ടം, പാഴ്ചിലവ് കൂടി നിൽക്കാനുള്ള സാധ്യത പ്രത്യേകം കാണിക്കുന്നുണ്ട്. ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്നതാണ്. വീട് പണിയുന്നവർക്ക് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാനും അതുപോലെ തന്നെ വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു വാരമായിട്ടുമാണ് ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. വിവാഹം ആലോചിക്കുന്നവർക്ക് നല്ല ദൈവാധീനമുള്ള ഒരു വാരമാകും. അതുപോലെ തന്നെ ഹയർ സ്റ്റഡീസിന് പുറത്തേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്ന കുട്ടികൾക്കും അതുപോലെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കും നല്ല ദൈവാധീനം ഉണ്ടാവും. ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതും അതുപോലെ തന്നെ വിഘ്നേശ്വര മന്ത്രങ്ങൾ ജപിക്കുന്നതും തടസ്സങ്ങളൊന്നും ഏൽക്കാതെ നല്ല രീതിയിൽ മുൻപോട്ട് നയിക്കാൻ സഹായകരമാവുന്നതാണ്. അടുത്തത് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. കന്നിക്കൂർ നക്ഷത്രക്കാരായ ഉത്രം മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര പകുതി. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഞാൻ കർക്കിടകക്കൂറിൽ പറഞ്ഞ പോലെ തന്നെ ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം പൂർണ്ണമായിട്ട് നിറഞ്ഞു നിൽക്കുന്ന നല്ലൊരു വാരമാകും കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്കെല്ലാം തന്നെ. അതായത് ഉത്രം മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര പകുതി. കന്നിക്കൂർ നക്ഷത്രക്കാർക്ക് ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങളൊന്നും ഈ ഒരു വരുന്ന വാരം അങ്ങനെ ഏൽക്കുന്നതല്ല. ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ലൊരു വാരമാകും. അതുപോലെ തന്നെ ഔദ്യോഗികപരമായിട്ടുള്ള തടസ്സങ്ങളെല്ലാം പൂർണ്ണമായിട്ടും മാറി കിട്ടുന്ന നല്ല ഒരു വാരമാകും കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. ആരോഗ്യപരമായി തൃപ്തികരമായിട്ടുള്ള വാരം. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കും. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന കന്നിക്കൂർ നക്ഷത്രക്കാർക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ലൊരു വാരം. വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായിട്ടുള്ള ഒരു വാരമാകും. അതുപോലെ തന്നെ വിവാഹം ആലോചിക്കുന്നവർക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ല ഒരു വാരമായിട്ടാണ് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ബിസിനസ് എക്സ്പാൻഷൻ, പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്കും അതുപോലെ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിന് പ്ലാൻ ചെയ്യുന്നവർക്കും നല്ല ദൈവാധീനമുള്ള ഒരു വാരമാകും. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. പാഴ്ചിലവുകൾ നിയന്ത്രിക്കാൻ സാധിക്കുന്ന നല്ലൊരു വാരമാകും. പ്രോപ്പറായിട്ടുള്ള ഒരു ബഡ്ജറ്റിൽ പോവുകയാണെങ്കിൽ കാര്യങ്ങളെല്ലാം വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ മുൻപോട്ട് നയിക്കാൻ സഹായകരമാവുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള വാരമായിട്ടാണ് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. അടുത്തത് തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ ചിത്തിര പകുതി, ചോതി, വിശാഖം മുക്കാൽ ഭാഗം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ധനപരമായിട്ടുള്ള നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത തുലാക്കൂർ നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നതാണ്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കും. വിവാഹം ആലോചിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള വാരം. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള വാരമാണ്. വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ലൊരു വാരമാകും തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ചെറിയ തടസ്സം നേരിടാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ബിസിനസ് എക്സ്പാൻഷൻ കാര്യങ്ങൾക്ക് ശ്രമിക്കുന്നവർക്കും പുതിയതായിട്ട് ബിസിനസ് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നവർക്കും ഈ ഒരു വാരം ചെറിയ തടസ്സങ്ങൾ നേരിടാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. വിഘ്നേശ്വര പ്രീതി അത്യാവശ്യമായിട്ടും ചെയ്യണം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ടുള്ള ചെറിയ ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത, പ്രത്യേകിച്ച് ഉദര സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, കാൽമുട്ടിന് അസ്വസ്ഥതകൾ, അങ്ങനെയുള്ള ചെറിയ ആരോഗ്യ ക്ലേശങ്ങൾക്കുള്ള സാധ്യതയും തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഹയർ സ്റ്റഡീസിന് പുറത്തു പോകാൻ പ്ലാൻ ചെയ്യുന്ന കുട്ടികൾക്കും അതുപോലെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാംസ് കാര്യങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കും വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. അടുത്തത് വൃശ്ചിക കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. വൃശ്ചിക കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ വിശാഖം കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രം. വൃശ്ചിക കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ശത്രുപരമായിട്ടുള്ള തടസ്സം ഈ ഒരു വാരം നേരിടാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. സംസാര നിമിത്തം പുതിയ ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ, സംസാരത്തിൽ മിതത്വ ഭാവം
അത്യാവശ്യമായിട്ടും നേടേണ്ട ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. ചിലപ്പോൾ ബന്ധുക്കൾ അല്ലെങ്കിൽ മിത്രങ്ങൾ പോലും ശത്രുക്കളാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അതുപോലെ വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാര് പണം കടം കൊടുക്കുന്നത് ഒന്ന് നിയന്ത്രിക്കുക. അങ്ങനെയുള്ള ധനപരമായിട്ടുള്ള നഷ്ടങ്ങൾക്കുള്ള സാധ്യതകളും ഭാഗ്യപരമായിട്ടുള്ള തടസ്സങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതകളും കാണിക്കുന്നുണ്ട്. ഞാൻ മൊത്തം നെഗറ്റീവ് പറയുമല്ല, ഞാനത് ജസ്റ്റ് ഉള്ള കാര്യങ്ങൾ മാത്രം ഓപ്പൺ ആയിട്ട് പറഞ്ഞു എന്ന് മാത്രം. ജോലി അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും. ജോലി സംബന്ധമായിട്ട് ഔദ്യോഗികപരമായിട്ടുള്ള തടസ്സങ്ങളെല്ലാം മാറി നിൽക്കുന്ന നല്ലൊരു വാരമാകും. അതുപോലെ തന്നെ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല ദൈവാധീനമുള്ള വാരമാകും. പ്രത്യേകിച്ച് ബിസിനസ് സംബന്ധമായിട്ടുള്ള എക്സ്പാൻഷനും പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്കും നല്ല ദൈവാധീനം ഉണ്ടാകും. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യം നിലനിൽക്കുന്ന നല്ലൊരു വാരമാകും. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വിദ്യാർത്ഥികൾക്ക് നല്ല ദൈവാധീനം, പ്രത്യേകിച്ച് സരസ്വതി ദേവിയുടെ അനുഗ്രഹം, അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ഭഗവാന്റെയും അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന നല്ല ഒരു വാരമാകും. ശ്രീകൃഷ്ണ മന്ത്രം ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. തൃക്കാൽ രണ്ടും പിണച്ച തിരുമുഖ കമലം ദക്ഷിണയെ ചാച്ചുവെച്ചും തൃക്കയിൽ കാഞ്ചനോടക്കുഴലും അധ പിടിച്ചൂതി മന്ദഹസിച്ചും തക്കത്തിൽ പീലിചൂടി കരിമുകിൽ വടിവും പൂണ്ടു നിൽക്കും മുകുന്ദൻ നൽകാരുണ്യേന നിത്യം മമഹൃതി കളിയാടിയിടുവാൻ കൈതൊഴുന്നേ. ഈ മന്ത്രം ദിവസവും ജപിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്, വിദ്യാർത്ഥികൾക്ക് അങ്ങനെയുള്ള തടസ്സങ്ങൾ കാര്യങ്ങളെല്ലാം മാറിക്കിട്ടുന്നതാണ്. അടുത്തത് ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. ധനുക്കൂർ നക്ഷത്രക്കാരായ മൂലം, പൂരാടം, ഉത്രാടം, കാൽഭാഗം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ടുള്ള ചെറിയ ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ, അതുപോലെ തന്നെ ഔദ്യോഗികപരമായിട്ടുള്ള അലച്ചിൽ, യാത്രാക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളും കാണിക്കുന്നുണ്ട്. കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യമായിട്ടാണ് ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്നതാണ്. അതുപോലെ തന്നെ സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. വിവാഹം ആലോചിക്കുന്നവർക്ക് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ല ദൈവാധീനമുള്ള ഒരു വാരമായിട്ടാണ് ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. ഹനുമാൻ ചാലീസ ജപിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. അതുപോലെ തന്നെ വിഷ്ണു സഹസ്രനാമവും ശിവപഞ്ചാക്ഷരവും ദിവസവും ജപിക്കുന്നത് ഭാഗ്യപരമായിട്ട് നല്ല സ്ഥാനത്തേക്ക് നിങ്ങളെ നയിക്കാൻ സഹായകരമാവുന്നതാണ്. ധനുക്കൂർ നക്ഷത്രക്കാർക്ക് കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യം നിലനിൽക്കുന്നതാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാം. പ്രത്യേകിച്ച് ബിസിനസ് എക്സ്പാൻഷനും അതുപോലെ തന്നെ കസ്റ്റമർ റിലേറ്റഡ് സാറ്റിസ്ഫാക്ഷൻ ലെവലൊക്കെ നല്ല രീതിയിൽ അച്ചീവ് ചെയ്ത് മുൻപോട്ട് പോകാൻ സഹായകരമാകുന്ന നല്ല ഒരു വാരമാകും ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. കുടുംബത്ത് അതുപോലെ പിതാവിന് ചെറിയ തോതിലുള്ള ആരോഗ്യ ക്ലേശങ്ങൾക്കുള്ള സാധ്യതയുണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത്രയാണ് ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. അതുപോലെ ഒരു കാര്യം കൂടി, വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന ധനുക്കൂർ നക്ഷത്രക്കാർക്കും ചെറിയ തടസ്സം ഈ ഒരു വാരം തുടക്കത്തിൽ കാണിക്കുന്നതാണ്. വീട് പണിയുന്നവർക്ക് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റി ഐശ്വര്യപരമായിട്ടുള്ള ഒരു വാരമാകും ധനുക്കൂർ നക്ഷത്രക്കാർക്ക്. അടുത്തത് മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ ഉത്രാടം, മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം പകുതി. മകര കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ട് വളരെ തൃപ്തികരമായിട്ടുള്ള ഒരു വാരമാകും. ജോലി അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ലൊരു വാരം. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്നതാണ്. അതുപോലെ തന്നെ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന മകരക്കൂർ നക്ഷത്രക്കാർക്ക് ബിസിനസ് എക്സ്പാൻഷന് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. അതുപോലെ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിനും പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്കും നല്ല ദൈവാധീനം ഉണ്ടാവും. വീട് പണിയുമായി ബന്ധപ്പെട്ട് നല്ല തീരുമാനങ്ങൾ എടുക്കാം. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഈ ഒരു വാരം അനുകൂലമായിരിക്കും. ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിന് നല്ല ഒരു വാരമാകും. കുടുംബത്ത് സമാധാനവും ഐശ്വര്യവും ശാന്തിയും നിലനിൽക്കുന്നതാണ്. ആരോഗ്യപരമായി വളരെ തൃപ്തികരമായിട്ടുള്ള ഒരു വാരമാകും മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. വിദ്യാർത്ഥികൾക്ക് അതുപോലെ തന്നെ ദൈവാധീനം ഉണ്ടാവും. പ്രത്യേകിച്ച് ഹയർ സ്റ്റഡീസിന് പുറത്തു പോകാൻ പ്ലാൻ ചെയ്യുന്നവർക്കും വിസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നവർക്കും വെയിറ്റ് ചെയ്യുന്നവർക്കൊക്കെ ദൈവാധീനമുള്ള ഒരു വാരമാകും. കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ചെറിയ തോതിലുള്ള അലസതകൾ, മടി ഉണ്ടാകാനുള്ള സാധ്യതകൾ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തത് കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ അവിട്ടം പകുതി, ചതയം, പൂരുരുട്ടാതി മുക്കാൽ ഭാഗം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ നേരിടാനുള്ള സാധ്യതകൾ ഈ ഒരു വാരം കാണിക്കുന്നുണ്ട്. പുതിയതായിട്ട് ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ, പ്രത്യേകിച്ച് സംസാരം ആ ഒരു മിതത്വ ഭാവം ഇല്ലാത്തത് കൊണ്ട് ചില ശത്രുക്കളുടെ സ്ഥാനം ഉണ്ടാകാനുള്ള സാധ്യതകൾ, അങ്ങനെ മറ്റുള്ളവർക്ക് അതൃപ്തി ഉണ്ടാകാനുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക.
അങ്ങനെയുള്ള അതൃപ്തി കാര്യങ്ങൾ നിങ്ങളുടെ സംസാരം നിമിത്തം മറ്റുള്ളവർക്ക് അതൃപ്തി കൂടി നിൽക്കാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. സംസാരത്തിൽ ആ ഒരു മിതത്വ ഭാവത്തിൽ മുൻപോട്ട് പോവുക. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. ധനപരമായിട്ട് പണം കടം കൊടുക്കുന്നത് പ്രത്യേകം നിയന്ത്രിക്കുക. പാഴ്ചെലവ് കൂടി നിൽക്കാനുള്ള സാധ്യത കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. ആരോഗ്യപരമായിട്ട് അനുകൂലമായിട്ടുള്ള വാരമാകും. അതുപോലെ തന്നെ വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനങ്ങൾ ഉണ്ടാവും. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് നല്ല ദൈവാധീനം, അതുപോലെ വിവാഹം ആലോചിക്കുന്നവർക്ക് ദൈവാധീനം ഉണ്ടാവും. ബുധനാഴ്ചയ്ക്ക് ശേഷം അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ലൊരു വാരമാകും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് നല്ല ദൈവാധീനം, പ്രത്യേകിച്ച് ബിസിനസ് എക്സ്പാൻഷൻ, അതുപോലെ പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്കും നല്ല ദൈവാധീനമുള്ള ഒരു വാരമായിട്ടാണ് കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് സരസ്വതി ദേവി കടാക്ഷം നിറഞ്ഞു നിൽക്കുന്ന നല്ലൊരു വാരമാണ്. സരസ്വതി മന്ത്രം ജപിക്കുന്നതും അതുപോലെ ശ്രീകൃഷ്ണ മന്ത്രം ജപിക്കുന്നതും വളരെ ഉത്തമമായിരിക്കും. അടുത്തത് മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. മീനക്കൂർ നക്ഷത്രക്കാരായ പൂരുരുട്ടാതി കാൽഭാഗം, ഉത്തരട്ടാതി രേവതി നക്ഷത്രം, മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ലക്ഷ്മി നാരായണ കടാക്ഷം നിറഞ്ഞു നിൽക്കുന്ന നല്ലൊരു വാരമാകും. അതുകൊണ്ട് തന്നെ ഭാഗ്യപരമായി നല്ല സ്ഥാനമാകും അടുത്ത ഒരു വാരം. ജോലി അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യം വന്നു ചേരുന്നതാണ്. അതുപോലെ വിവാഹം ആലോചിക്കുന്നവർക്കും ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ലൊരു വാരം. ഔദ്യോഗികപരമായിട്ട് തടസ്സങ്ങൾ തോന്നിയേക്കാം, പക്ഷെ അത് ശാശ്വതമായ തടസ്സമായിരിക്കില്ല. തീർച്ചയായിട്ടും തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുന്നതാണ്. കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ആ ഒരു പരിധിയിൽ, കൺട്രോളിൽ കിട്ടുന്നതാണ്. ജോബ് ആ ഒരു വർക്ക് ഓറിയന്റഡ് സാറ്റിസ്ഫാക്ഷൻ ലെവൽ നല്ല രീതിയിൽ അച്ചീവ് ചെയ്ത് മുൻപോട്ട് പോകാൻ സഹായകരമാകുന്ന നല്ലൊരു വാരമാകും മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. ആരോഗ്യപരമായി ചെറിയ ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ, ഉദര സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, കാൽമുട്ടിന് അസ്വസ്ഥതകൾ, അതുപോലെ തലയ്ക്ക് ഉണ്ടാകുന്ന ചെറിയ അസ്വസ്ഥതകൾ, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഒഴിച്ചാൽ ബാക്കി കാര്യങ്ങളെല്ലാം മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് അനുകൂലമായിരിക്കും. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്നതാണ്. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്കും അതുപോലെ വീട് പണിയുമായി ബന്ധപ്പെട്ടും ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ലൊരു വാരമാകും. ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിന് അനുകൂലമായിട്ടുള്ള വാരമാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ ബിസിനസ് എക്സ്പാൻഷനും അതുപോലെ പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്കും നല്ല ദൈവാധീനമുള്ള വാരമായിട്ടാണ് മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള വാരമാകും. നല്ല രീതിയിലുള്ള പഠന മികവ് പുറത്തെടുക്കാൻ പറ്റിയ നല്ല ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിഷ്ണു സഹസ്രനാമം ജപിക്കണം, അതുപോലെ തന്നെ മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുന്നതും വളരെ ഉചിതമായിരിക്കും. ഇത്രയാണ് 27 നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം. എന്റെ ആസ്ട്രോളജി ചാനൽ MSB4 ആസ്ട്രോ റിസർച്ച് ആദ്യമായിട്ട് കാണുന്നവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ കബഡി പ്രശ്നത്തിലൂടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിന് താല്പര്യമുള്ളവർക്ക് എന്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. ഡയറക്റ്റ് ആയിട്ട് മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. എന്റെ പൂജാ പ്രാർത്ഥനയിൽ നിങ്ങളെ കൂടി ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കണമെങ്കിൽ പേര്, നക്ഷത്രം, ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന ക്ലേശങ്ങൾ എന്താണ്, അതുകൂടി ജസ്റ്റ് ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ കൂടി ഉൾപ്പെടുത്തി ഞാൻ എന്റെ പൂജാ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുന്നതാണ്. ഇതിന് ഫീസ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നേരുന്നു. നന്ദി, നമസ്കാരം.